ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബ്രെഡ് വെച്ചിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എളുപ്പത്തിൽ തന്നെ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യമൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 സ്പൂൺ നമ്മുടെ ഉണക്കമുളക് പൊടിച്ചെടുത്തതും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെറിയ ചേരുവ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്പൈസിയും അതുപോലെ തന്നെ ബ്രെഡിൻ്റെ ഒരു സ്വീറ്റൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണിത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ മുട്ടയുടെ ബാറ്റർ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 7 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇനി ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്തിട്ടെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ബൗൾ വെച്ചെടുത്തിട്ട് ഇതുപോലെ റൗണ്ടിലൊന്ന് ഷേപ്പാക്കിയിട്ടെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻസിൽ പോയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ലഭിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഈ ബ്രെഡെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലിന് പകരം നെയ്യ് ബട്ടറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഈ ബ്രെഡൊന്ന് മുക്കിയെടുത്തിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കാവും. ഇനി നമുക്ക് ഇത് ഓരോന്നും മറിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ് തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമ്മൾ സാധാരണ ബ്രെഡൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ സ്വീറ്റ് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ സ്വീറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ബ്രെഡെല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അസ്സലാമു അലൈക്കും.